സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 9 ആയി. ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച റഹീം ജോലി ചെയ്ത ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, ഇപ്പോഴിതാ ഒരു 13 വയസ്സുകാരന് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്നത് ആശങ്ക തന്നെ ഉയർത്തുന്നുണ്ട്. ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യനില? അമൃത, ഈ മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരനാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം 10 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 5 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 9 പേരാണ് ചികിത്സയിലുള്ളത്. 5 മുതിർന്നവരും 4 കുട്ടികൾ. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 13 വയസ്സുകാരനടക്കം 4 കുട്ടികളുമാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഈ രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് വലിയൊരു ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ രോഗത്തിന്റെ ഉറവിടം കൃത്യമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് ഈ ആരോഗ്യ വകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ നേരിടാൻ മുന്നിട്ടിറങ്ങുന്നതും. അല്പസമയം മുൻപ് ഇന്നലെ മരിച്ച റഹീം താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശമടക്കം ഈ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഒരു 13 വയസ്സുകാരന് കൂടി ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അമൃത. ശരി, ദൃശ്യ പുതിയിടത്താണ് വിവരങ്ങൾ നൽകിയത്.